ഗാസയിൽ സമാധാനത്തിന്റെ വെളിച്ചം വീശുമോ അതോ മഹായുദ്ധത്തിന്റെ തീപ്പൊരി വീഴുമോ? അടുത്ത 4 ദിവസത്തിനുള്ളിൽ സുപ്രധാനമായിട്ടുള്ള ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം ലഭിക്കും. ഗാസയിലെ സമാധാനവുമായി ബന്ധപ്പെട്ട് ഗാസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഈ 20 പോയിന്റ് അടങ്ങുന്ന ആ ഒരു സമാധാന ഉടമ്പടി, അതിൻ്റെ ഗൗരവ സ്വഭാവം എത്രത്തോളമുണ്ട്, അത് നടപ്പാക്കിയാൽ അത് മിഡിൽ ഈസ്റ്റിൽ സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെ, അത് ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ, ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജിയനോടൊപ്പമുള്ളത് റോബിൻ ജോൺ. റോബിൻ ജോൺ, വളരെ സുപ്രധാനമായിട്ടുള്ളൊരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സാന്നിധ്യത്തിൽ വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഗാസയിലെ ആ ഒരു സമാധാനം അതിലേക്ക് കുറെ കൂടി അടുക്കുന്നു എന്ന ഒരു പ്രതീതി ഉളവാക്കുന്ന ചില പ്രപ്പോസൽസ്, 20 പോയിന്റുള്ള ഒരു പ്രപ്പോസൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നു. ഹമാസിന് ഒരു അൾട്ടിമേറ്റം, ഒരു അന്ത്യശാസനം നൽകിയിരിക്കുന്നു. 3-4 ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള മറുപടി ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അതുണ്ടായില്ലെങ്കിൽ ഇസ്രായേൽ വിൽ ഫിനിഷ് ദ ജോബ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതുപോലെ ഇസ്രായേൽ വിൽ ഫിനിഷ് ദ ജോബ്. വലിയ വില ഹമാസിന് അതിന് കൊടുക്കേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നിലവിലെ സ്റ്റാറ്റസ്. ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയാനുള്ളത്, ഈ ട്രംപിന്റെ ഈ ഒരു 20 പോയിന്റ് ആ ഒരു പ്ലാനിൽ ലഭിച്ച ലോകമാസകലം ലഭിച്ച വലിയൊരു പിന്തുണയുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് റഷ്യ അതിന് പിന്തുണ നൽകിയിരിക്കുന്നു, അറബ് രാജ്യങ്ങൾ പിന്തുണ നൽകിയിരിക്കുന്നു, ഈജിപ്റ്റ് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഹമാസിന് മേൽ ചെലുത്തുന്നു ഈ ഒരു പ്രപ്പോസൽ അംഗീകരിക്കാൻ വേണ്ടിയിട്ട്. അതിനേക്കാളുപരി ഖത്തർ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഹമാസിന്റെ മേൽ ചെലുത്തുന്നുണ്ട്. ശക്തമായിട്ടും വലിയ രീതിയിലുള്ള പിന്തുണ ഈ പ്രപ്പോസലിന് കൊടുക്കണം, ഏത് വിധേനയും യുദ്ധം അവസാനിപ്പിക്കണം എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ലയോ 14 പാപ്പ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും ഇത് വളരെ നല്ലൊരു പ്ലാനാണ്, ഐ തിങ്ക് they would agree to this plan, അതായത് ഹമാസിനെ ഉദ്ധരിച്ച് ഹമാസ് ഈ ഒരു പ്രപ്പോസൽ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടും ലയോ 14 പാപ്പ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സൈഡിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതിനെ അംഗീകരിച്ചുകൊണ്ട്, ഇതിനെ അഭിനന്ദിച്ചുകൊണ്ടൊരു ട്വീറ്റ് ചെയ്യുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് റീട്വീറ്റ് ചെയ്യുന്നു. അപ്പോൾ ലോകമാസകലം ഈ ഒരു പ്രപ്പോസലിന് വലിയ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇനി പന്ത് ഹമാസിന്റെ കോർട്ടിൽ തന്നെയാണ്. അപ്പോൾ റോബിൻ, നമുക്ക് ഈ 20 പോയിന്റ് ഈ ഒരു പ്രപ്പോസലിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഒരു നട്ട്ഷെല്ല് പറയാൻ സാധിക്കും, ഗാസയുടെ നന്മ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയും ഈ ഒരു പ്രപ്പോസലിനെ അംഗീകരിക്കുമെന്നത്. അപ്പോൾ ഈ ഒരു പ്രപ്പോസൽ നടപ്പാക്കിയാൽ ഗാസയിൽ അത് സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തൊക്കെയായിരിക്കും? എനിക്ക് ഈ പ്രപ്പോസലും ഇതിനോടനുബന്ധിച്ചുള്ള വാർത്തകളും എല്ലാം കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം, അതിനുള്ളിൽ നമുക്ക് ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാവുന്ന, ഇത്രയും സ്റ്റേറ്റ്മെൻറ്റിൽ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാവുന്ന ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇസ്രായേൽ വിൽ ഫിനിഷ് ദ ജോബ് എന്നതാണ് എനിക്ക് അതിനുള്ള മനസ്സിലായത്. കാരണം ഇത് എങ്ങനെ തലകുത്തി വീണാലും ഈ പൂച്ച 4 കാലം നിൽക്കുമെന്ന് പറയുന്ന പോലെ എങ്ങനെയൊക്കെ എന്തൊക്കെ പീസ് ഡീൽ ഉണ്ടായാലും അതെല്ലാം ഇസ്രായേലിന് അനുകൂലമായിരിക്കും എന്നുള്ളതിന് അതിൻ്റെ ഉള്ളിൽ ഒരു തർക്കത്തിനും സാധ്യതയില്ല എന്നുള്ളതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഇസ്രായേൽ, ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, ഇസ്രായേൽ ഒരു വരണ്ട റൊട്ടി ഗാസയ്ക്ക് കൊടുത്തു. ആ വരണ്ട റൊട്ടി അവരോട് തിന്നാൻ പറഞ്ഞു. അപ്പോൾ അത് തിന്നാൻ അവർ കൂട്ടാക്കിയില്ല. അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെയും അമേരിക്കയുടെയും മറ്റു രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ അത് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തി ഒരു ബർഗറാക്കി കൊടുത്തു. ആഫ്റ്റർ ഓൾ ഈ വരണ്ട റൊട്ടി തിന്നുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ടോണി ബ്ലെയർ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് അതിൻ്റെ നേതൃത്വത്തിൽ കൊണ്ട് സ്ഥാപിച്ചു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഓർക്കുക, ഇറാഖിൽ അധിനിവേശം നടക്കുന്ന കാലത്ത് ടോണി ബ്ലെയർ പറഞ്ഞൊരു കാര്യമുണ്ട്. ബ്രിട്ടൻ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് ടോണി ബ്ലെയർ. അദ്ദേഹം നല്ല ട്രാക്ക് റെക്കോർഡുള്ള ആളാണ്. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷമൊക്കെ വളരെ മികച്ചതാണ്, 2ാം ലോകമഹായുദ്ധത്തിന് ശേഷമൊക്കെ ഉള്ള. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പോലും ടോണി ബ്ലെയർ അന്ന് ഇറാഖിൽ അധിനിവേശം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങൾ എന്ത് കാണിച്ചാലും ഞങ്ങൾ കൂടെ നിൽക്കും എന്നുള്ളൊരു വാക്കുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ ബ്രിട്ടൻ എന്താണ്, ആ യൂറോപ്പ് എന്താണ്, അമേരിക്ക എങ്ങനെയാണ് അവരുടെ റിലേഷൻ എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളത്. അതേ വ്യക്തി ഇവിടെ വന്ന് ഇനി ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുമെന്ന് പറയുമ്പോൾ വളരെ കൃത്യമാണ്. ബെഞ്ചമിൻ നെതന്യാഹു ബോംബിടുമ്പോഴാണ് പ്രശ്നം, സാരമില്ല, ടോണി ബ്ലെയർ ബോംബിട്ടോളൂ, കുഴപ്പമില്ല, അത്രയുള്ള കാര്യം. ഇപ്പൊ ജൂതം ബോംബിടുമ്പോഴല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ, സാരമില്ല, ടോണി ബ്ലെയർ മിഡിൽ ഈസ്റ്റിനെ കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്ന, ഇറാഖ് അധിനിവേശമൊക്കെ വളരെ കൃത്യമായി നടത്തിയ ആൾ തന്നെ വന്ന് നിങ്ങളുടെ മുഖത്ത് ബോംബിട്ടോളൂ, അദ്ദേഹം ഇനി ഈ കാര്യങ്ങളെല്ലാം വെടിപ്പാക്കി നടപ്പിലാക്കിക്കോളും. ആഫ്റ്റർ ഓൾ എല്ലാം പറഞ്ഞു വരുമ്പോൾ ഗാസയിൽ ഇസ്രായേൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒന്ന്, ഇസ്രായേൽ നടപ്പിൽ ആക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ അർത്ഥമാക്കുന്നത് എന്നുള്ള ഒരു കാര്യമുണ്ട്.
ഇപ്പോൾ ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൽ ഗാസയുമായിട്ട് യുദ്ധം നടത്തുന്നു. ഗാസയുമായിട്ട് മാത്രമല്ല അവർ നടത്തുന്നു, ഗാസയിലെ ആ ഒരു അധിനിവേശത്തിന്റെ പേരിൽ അവർ ആ ചുറ്റുവട്ടത്തുള്ള കംപ്ലീറ്റ് എല്ലായിടത്തും കൊണ്ടേ ബോംബിട്ടു, ഖത്തറിലടക്കം കയറി ബോംബിട്ടു. അപ്പോൾ എന്താ അത് ഉദ്ദേശിക്കുന്നത്? ഇത് വളരെ കൃത്യമാണ്. ഇതെല്ലാം അമേരിക്കയുടെ ഇൻട്രസ്റ്റിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. അമേരിക്കയുടെ ഇൻട്രസ്റ്റിന്റെ ഭാഗമല്ലെങ്കിൽ ഇസ്രായേൽ ഇങ്ങനെ പ്രവർത്തിക്കില്ല. ദാറ്റ് മീൻസ് അമേരിക്കയുടെ ഇൻട്രസ്റ്റിന്റെ ഭാഗമാണ് ഖത്തറിൽ കൊണ്ടേ ബോംബിട്ടത്, ഹിസ്ബുള്ളകളെ തകർത്തത്, സിറിയയിലെ അവിടെയെല്ലാം കൊണ്ടേ ബോംബിട്ടത്, ഇറാന്റെ മുകളിൽ കൊണ്ടേ ബോംബിട്ടത്, എല്ലാം അമേരിക്കയുടെ ഇൻട്രസ്റ്റിന്റെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് റഷ്യ ഉക്രൈൻ വാർ തീരാത്തത്? കാരണം ഉക്രൈൻ എന്താണോ ചെയ്യുന്നത് അത് അമേരിക്കൻ ഇൻട്രസ്റ്റിന്റെ ഭാഗമാണ്. അത് വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ യൂറോപ്പ് ആണ് ഉക്രൈനെ സഹായിക്കുന്നതെന്ന് പറഞ്ഞാലും അത് അമേരിക്കൻ ഇൻട്രസ്റ്റിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അത് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്തൊക്കെ സമാധാനം കൊണ്ട് അമേരിക്ക വന്നാലും, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു എന്ന് പറഞ്ഞാൽ പോലും, എന്തൊക്കെ പീസ് ഡീലുകളിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ പോലും, അമേരിക്കയുടെ ലോങ് ടേം ആയിട്ടുള്ള അമേരിക്കൻ ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളിലൂടെ തന്നെ ഇത് പോകുള്ളൂ എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ അവരുടെ ഇൻട്രസ്റ്റിന് വിഘാതമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പീസ് ഡീലുകളെല്ലാം നമ്മൾ ആ അർത്ഥത്തിലാണ്. ഇനി അമേരിക്കൻ ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്, ഈ രണ്ട് സ്ഥലത്ത് അമേരിക്കൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, അമേരിക്കൻ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ആരുടെ ഇൻട്രസ്റ്റ് ആണ്? അമേരിക്കൻ കോർപ്പറേറ്റുകളുടെ ഇൻട്രസ്റ്റ് ആണ്. അതിനപ്പുറത്ത് വേറെ ഒരു ഇൻട്രസ്റ്റും ഇല്ല. അമേരിക്കൻ കോർപ്പറേറ്റുകളുടെ ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ ഈ ഇറാഖിനെ അന്ന് അധിനിവേശം തകർത്തു. കാരണം മിഡിൽ ഈസ്റ്റിലുള്ള എണ്ണ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് അമേരിക്കൻ കോർപ്പറേറ്റുകളാണ്. ആ കോർപ്പറേറ്റുകൾക്ക് വിഘാതമായിരുന്നു ഇറാഖ്. അവിടെ കയറി അവർ തകർത്തൊന്നുമില്ലാതാക്കി കളഞ്ഞു. സിറിയ വിഘാതമായിരുന്നു, സിറിയനെ ഇല്ലാതാക്കി കളഞ്ഞു. ഇനി ഇറാൻ വിഘാതമാണ്. ഇറാൻ ഇതേണ്ട യൂറോപ്യൻ യൂണിയൻ, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് 3 പേര്, ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടനും കൂടെ ചേർന്ന് വെച്ചിട്ട് ഈ ഇറാൻ പറയുന്ന കാര്യങ്ങളിലൊന്നും സത്യമില്ല, ഇറാൻ്റെ കാര്യങ്ങളൊക്കെ വെറും മോശമാണ്, ശരിയല്ല എന്ന് പറഞ്ഞ് ചെയ്ത് ഏതാണ്ട് വളരെ പുഷ്പം പോലെ ഇറാൻ്റെ മുകളിൽ അടുത്ത താരിഫ് അടിച്ച് കയറ്റിയേക്കാണ്. ഇപ്പം അടുത്ത താരിഫല്ല, അടുത്ത ഉപരോധം ഏർപ്പെടുത്തിയേക്കാണ്. അത് അതിൻ്റെ കൂടെ കുൻമൽ ഗുരു എന്ന് പറയുന്ന ഒരു ഐക്യരാഷ്ട്രസഭയും അതിൻ്റെ കൂടെ ചേർന്ന് ഞങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നുവെച്ചാൽ ഇത് വളരെ കൃത്യമാണ്. ഇറാൻ അമേരിക്കൻ കോർപ്പറേറ്റുകൾക്ക് ഒരു ഭീഷണിയാണ്. ഇറാനെ തകർത്ത് കളയും. എനിക്ക് തോന്നുന്നു കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ വലിയൊരു യുദ്ധം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത, ഇറാൻ ഇസ്രായേൽ മറ്റൊരു യുദ്ധം കൂടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ മൂർച്ഛിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് എന്നുള്ള രീതിയിലാണ് എല്ലാ അനലിസ്റ്റുകളും സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ പറയാൻ കഴിയുന്നത്, ഇപ്പോൾ ഗാസയിലെ ഒരു പീസ് ഡീൽ എന്ന് പറഞ്ഞാൽ ഈ പീസ് ഡീൽ അടുത്ത ഒരു സ്റ്റേജിലേക്കുള്ള ഒരു പോക്കാണ്. എന്ന് വെച്ചാൽ ഇസ്രായേൽ എന്താണോ പറഞ്ഞത്, ഇവിടെ നിന്ന് ഹമാസിനെ ഒഴിവാക്കും, ഇവിടുത്തെ ഭരണത്തിൽ ഇനി ഹമാസ് ഉണ്ടാവില്ല. ട്രംപ് ഒരു കാര്യം കൂടെ പറഞ്ഞ്, ഇവിടുന്ന് വേണമെങ്കിൽ ആളുകളെ എല്ലാം കൂടെ മാറ്റി വെച്ച് ഇവിടെ നല്ലൊരു സെൻറ്ററാക്കി മാറ്റാം, അതിന് വേണമെങ്കിൽ ഈജിപ്തിനും ഒക്കെ നല്ല ഫണ്ട്, അത് യൂറോപ്യൻ യൂണിയൻ അടക്കം ഫണ്ട് കൊടുക്കാൻ തയ്യാറാണ്, അതിനുവേണ്ടി അവർക്ക് ഭയങ്കരമായിട്ട് സഹായിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ, നമ്മൾ പറഞ്ഞ പോലെ വരണ്ട റൊട്ടി അല്ലെങ്കിൽ അത് ബർഗറാക്കി കൊടുക്കും, ആ രീതിയിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും പീസ് ഡീലൊക്കെ ഇതാണ്. ഇത് നമുക്കറിയാം, ഈ പീസ് ഡീലിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലായിടത്തും ഭയങ്കര ബഹളങ്ങളായിരുന്നു. പലസ്തീന് വേണ്ടി ബഹളങ്ങൾ, പലസ്തീൻ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ബ്രിട്ടൻ വരെ പലസ്തീനെ അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ അവസാനം ബ്രിട്ടൻ്റെ തന്നെ ഏറ്റവും മികച്ച അടുത്ത കാലത്തെ പ്രധാനമന്ത്രിമാരിൽ ഒരാൾ കീർ സ്റ്റാർമർ കൂടി എനിക്കൊന്ന് ഭീഷണിയാകും. കീർ സ്റ്റാർമറോടെ ഒരു മുന്നറിയിപ്പാണ്, മര്യാദയ്ക്കുന്നില്ല വേറൊരാളെ പിടിച്ച് കയറ്റിയിരുത്തത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് അത് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. അതുപോലെ ഈജിപ്ത്, ഖത്തർ അവരുടെയൊക്കെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. എർദോഗാൻ്റെ എല്ലാവരുടെയും കയ്യിലേക്ക് വെച്ചു. പീസ് ഡീൽ ഇത് ഏറ്റവും അവസാനത്തെ ഹമാസിൻ്റെ ചാൻസ് ആണ്, ഇത് നഷ്ടമാകരുത്. പക്ഷേ ഹമാസിൻ്റെ ചാൻസ് എന്താ? ഹമാസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഹമാസ് ജീവിതകാലത്ത് എന്തെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക, ഹമാസ് എന്തെങ്കിലും ആയുധം താഴെ വെച്ചിട്ട് അവിടെ ഇറങ്ങി. കാരണം അത് അവർ ആയുധം കൈവെക്കാൻ വേണ്ടി കയ്യിലെടുത്തവരാണ്, ഗാസയെ സംരക്ഷിക്കാൻ വേണ്ടി എടുത്തവരാണ്. അതുപോലെ റഷ്യയുടെ ഉക്രൈൻ്റെ കാര്യത്തിൽ ഉക്രൈൻ ആയുധം എടുത്തേക്കുന്നത് റഷ്യയുടെ സ്ട്രാറ്റജിക് ഡിഫീറ്റിന് വേണ്ടിയാണ്. അത് ആയുധം താഴെ വെക്കുവോ എന്നുള്ളതിന് അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെന്താണ് ഉദ്ദേശിച്ചത് അതിൽ അർത്ഥമില്ലാതായി പോകും. അപ്പോൾ അത് സംഭവിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്, അവരങ്ങനെ ചെയ്യുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പീസ് ഡീൽ എന്ന് പറയുന്നത് ഏത് തലത്തിലേക്ക് മാറുന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. ഓക്കെ, അത് കറക്റ്റാണ്. അതല്ല, ഇപ്പോൾ റോബിൻ പറഞ്ഞതുപോലെ ഈ ഹമാസ് ഇത് അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഹമാസ് അത് അംഗീകരിച്ചാൽ ഗാസയിൽ ഒരു സമാധാനം വന്നു കഴിഞ്ഞാൽ ഈ പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന പേരിൽ വലിയ വായിൽ പ്രസംഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റാലി നടത്തുന്നവർക്ക് പുട്ടടിക്കാൻ അവർക്കൊന്നും കിട്ടത്തില്ല, ഒരു വകുപ്പും കിട്ടില്ല, ഒരു വകയും കിട്ടത്തില്ല. അതിൻ്റെ മറ്റൊരു വിരോധാഭാസം. അതിനകത്ത് പിന്നെ യൂറോപ്പിലെ തെരുവുകൾ ഇവർക്ക് കത്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇവരുടെ പല അജണ്ടകളും നടപ്പാകില്ല ഗാസയിൽ സമാധാനം പുലർന്നു കഴിഞ്ഞു. അപ്പോൾ കാത്തിരുന്നതാണ് അടുത്ത 3-4 ദിവസം വളരെ നിർണായകമാണ്. അപ്പോൾ ജോണിലേക്ക് വന്നു കഴിയുമ്പോൾ ഇനി ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഈ ഹമാസ് ഇത്തരത്തിൽ ഇത് അംഗീകരിച്ചില്ലെങ്കിൽ
ഇസ്രായേൽ വിൽ ഫിനിഷ് ദ ജോബ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയായിരിക്കും അവർ ഈ ജോലി പൂർത്തിയാക്കുക? മിസ്റ്റർ റോബിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികം, വ്യവസായം, അതുപോലെ സമാധാനം, ഈ 3 കാര്യങ്ങളാണ് ഈ പറയുന്ന പീസ് ഡീലിൽ എന്ന് പറഞ്ഞാൽ ഈ ലോകരാജ്യങ്ങളുടെ ഒന്നിച്ചുള്ള ഒരു പീസ് ഡീൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഏതാനും മണിക്കൂറായിട്ടുള്ള ഒരു ജെ പോസ്റ്റിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതായത് സീനിയർ ഹമാസ് സ്പോക്ക് പേഴ്സൺ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹമാസ് ഈ ഡീൽ അംഗീകരിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എല്ലാ ഈ പറഞ്ഞിരിക്കുന്ന 20 നിയമങ്ങളും മൊത്തം ഇസ്രായേൽ അനുകൂലമാണ്. അതുകൊണ്ട് മജോറിറ്റി അതിന്റെ ബെനിഫിറ്റ് ഇസ്രായേലിനാണ്. അതുകൊണ്ട് ഹമാസ് അംഗീകരിക്കാൻ സാധ്യത കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോസ്റ്റിൽ അംഗീകരിക്കില്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അംഗീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പോപ്പലയോ 14 പറഞ്ഞ പോലെ അതുപോലെ തന്നെ അംഗീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് ഇസ്രായേലിന് സമ്പൂർണ്ണ സപ്പോർട്ടാണ് US കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ നമുക്കറിയാലോ, ഈ തുർക്കി, ഈജിപ്ത്, ഖത്തർ, ഈ 3 രാജ്യങ്ങളും ഈ പറയുന്ന ഹമാസിനോട് അതിൽ സമ്മർദ്ദം ചെലുത്തുവാണ് ഈ പീസ് ഡീൽ നടപ്പിലാക്കാൻ വേണ്ടി. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ഒരു അഭിപ്രായം പറയാണ്, പോസിബിലിറ്റി പീസ് എന്തായാലും വേണം, പക്ഷെ അതേസമയം ഹമാസ് ഈ പീസ് ഡീൽ അംഗീകരിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് എൻ്റെ ഒരു വീക്ഷണം, ഒരു അനാലിസിസ് പറയുകയാണെങ്കിൽ. പക്ഷേ ഇത് അംഗീകരിച്ചാൽ എന്താണ് ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ ഗാസയിലുള്ള സാധാരണക്കാർക്ക് അത് ബെനിഫിറ്റ് ആയിരിക്കും. അത് മാത്രമല്ല, ഈ പറയുന്ന പീസ് ഡീൽ അംഗീകരിച്ചാൽ ഈ ഹമാസിന്റെ ആൾക്കാർക്ക്, ഹമാസിലെ ഇപ്പൊ പോരാളികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭീകരർ എന്ന് പറയുന്ന ആൾക്കാർക്ക് ആംനസ്റ്റി അല്ലെങ്കിൽ അതുപോലെയുള്ള സേഫ് ഗാർഡ് ആയിട്ടുള്ള സേഫ് പാസേജ് അവർക്ക് ലഭിക്കുമെന്നാണ് ഈ US-ന്റെ ഒരു ഓഫർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഹമാസ് വീണ്ടും ആയുധമെടുത്ത് ഇറങ്ങി ഈ സീസ് ഫയർ ഒക്കെ ലംഘിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഹമാസ് എന്നുള്ള ഈ പറയുന്ന സംഘടനയുടെ പരിപൂർണമായ നാശത്തിനുള്ള വേദിയായിട്ട് മാറും. ഗാസ സ്ട്രിപ്പ് തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ കയ്യിൽ പൂർണ്ണമായിട്ട് മാറും. പാലസ്തീന രാഷ്ട്രം ഒരു സ്വപ്നമായിട്ട് മാറാൻ സാധ്യത. അതേസമയം ഇനി പീസ് ഡീൽ അംഗീകരിച്ചാൽ, ഈ ഹമാസ് അംഗീകരിച്ചാലും ഇത് തന്നെയാണ് ഗതി. അതായത് ഹമാസ് എന്നുള്ളൊരു സംഘടന ഒരു പക്ഷേ എന്താണ് ഡിസാംബ്ലി, അതായത് ഡിസോർഗനൈസ് ആയിട്ട് ഇല്ലാതെ പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോഴും ഈ ഹമാസിന് തന്നെയാണ് പണി വരുന്നത് എന്ന് പറഞ്ഞാൽ പണി വരുന്നല്ല, പക്ഷെ അത് പോസിറ്റീവായിട്ട് വരുന്നത്. കുറച്ചും കൂടി അവർക്കൊരു സേഫ് പാസേജ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രക്തം ചിന്തി മരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനപരമായിട്ട് മരിക്കാം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഒരു പക്ഷേ ട്രംപ് കൊടുത്തിട്ടുണ്ടാവാന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ ഇസ്രായേൽ ഈ പറയുന്ന ഹമാസ് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇസ്രായേൽ തീർച്ചയായിട്ടും ഗാസ പിടിച്ചെടുക്കുന്നുള്ളതും ഉറപ്പാണ്. പാലസ്തീനിൽ പിന്നെ ഒരു രാഷ്ട്രം ഉണ്ടാവുക സാധ്യത പോസിബിലിറ്റി വളരെ കുറവാണ്. മാത്രമല്ല, ഇസ്രായേൽ ചെയ്യുന്നതിനെ മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങൾക്കോ ഈ പറയുന്ന UK മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ കൊടിപിടിച്ച് നിലവിളിക്കുന്ന ആൾക്കാർക്ക് വോയിസ് ഉണ്ടാവില്ല. കാരണം ഇതെന്താ, ആരുടെ പ്രശ്നമാണ്? ഹമാസിന്റെ പ്രശ്നമാണ്. ഹമാസിന്റെ കരങ്ങളിലാണ് പാലസ്തീന് ഒരു രാജ്യം വേണമോ, അല്ലെങ്കിൽ പാലസ്തീൻ ആ ഭാഗത്ത് ഗാസ ഉൾപ്പെടെയുള്ള പാലസ്തീൻ ഭാഗത്തൊരു സമാധാനം പുലരണമോ എന്നുള്ളത് ആരുടെ കൈകളിലാണെന്ന് വെച്ചാൽ ഹമാസിന്റെ കൈകളിലാണ്. അത് ലോക രാജ്യങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമാണ്, സുതാര്യമാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അപ്പോൾ ഹമാസ് എന്ത് തീരുമാനിക്കുന്നോ അത് ഹമാസിന്റെയും പാലസ്തീനിന്റെ രാഷ്ട്രം ഉണ്ടാകുവാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനത്തെ ഒരു പാലസ്തീൻ എന്ന പ്രദേശത്തിനും അത് നന്മയ്ക്കോ അല്ലെങ്കിൽ തിന്മയ്ക്കോ ഭവിക്കും. അംഗീകരിച്ചില്ലെങ്കിൽ തിന്മയായിട്ട് മാറും, ഉറപ്പാണ്. അംഗീകരിച്ചാൽ അത് പാലസ്തീൻ എന്ന രാഷ്ട്രത്തിനും അതുപോലെ തന്നെ ഹമാസിലെ ഈ പറയുന്ന ഭീകരവാദികൾക്ക് അവർക്ക് ഒരു പക്ഷേ തിരിച്ചു വരാനുള്ള ഒരു അവസരം എന്ന പോലെ വേണമെങ്കിൽ ഒരു അവസരം എന്ന പോലെ ലഭിക്കും. അത് മാത്രമല്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന യൂറോപ്പിലും മറ്റും ആൾക്കാർക്ക് ഇനി കൊടി പിടിക്കാനോ കത്തിക്കാനുള്ള അവസരം ഇനിയിപ്പോ ഹമാസ് അംഗീകരിച്ചില്ലെങ്കിലും അവർക്ക് ഇനി കൊടി പിടിക്കാനുള്ള കത്തിക്കാനുള്ള അവസരം കുറയും. കാരണം ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഹമാസ് നിരസിച്ചു, അതായത് ഒരു ഭീകരവാദ സംഘടന നിരസിക്കുകയാണ്, അതായത് സമാധാന ഉടമ്പടി നിരസിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിരസിക്കുകയാണെങ്കിൽ ഇനി കൊടി പിടിക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല. കാരണം പാലസ്തീന്റെ ഈ പറയുന്ന രാഷ്ട്രം, അതിന്റെ നന്മ അല്ലെങ്കിൽ അതിന്റെ സമാധാനം കൈകളിലിരിക്കുന്നത് ഇപ്പോൾ പാലസ്തീന്റെ കൈകളിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അംഗീകരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അംഗീകരിച്ചില്ലെങ്കിലും അംഗീകരിച്ചാലും ഗതി വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അംഗീകരിച്ചില്ലെങ്കിൽ രക്തച്ചൊരിച്ചിലുണ്ടാവും, അംഗീകരിച്ചാൽ രക്തച്ചൊരിച്ചില്ലാതെ കുറച്ചും കൂടി സമാധാനം ഈ പറയുന്ന ഗാസ പ്രദേശത്തും അതുപോലെ പാലസ്തീനിലുണ്ടാവും. പാലസ്തീനിന്റെ രാഷ്ട്രം ഒരു പക്ഷേ പോസിബിളി ഒരു ചെറിയ രീതിയിലെങ്കിലും വരാനുള്ളൊരു സാധ്യത ഉണ്ടാവാം. ഈ ഹമാസ് ആരോപിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതായത് പറയുന്ന ഒരു വാദമുണ്ട്, അതായത് ഈ ഡീല് ഇസ്രായേലിന് അനുകൂലമാണ് എന്നൊക്കെ ഉള്ളത്. പക്ഷെ നമ്മൾ അതിനകത്തേക്ക് നോക്കുമ്പോൾ, ഈ ഡീലിൽ നോക്കുമ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് അനുകൂലമാണ്. അതിനകത്ത് ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, അതായത് ഗാസയിൽ നിന്നുള്ള ആരെയും പുറത്താക്കത്തില്ല. നോ വൺ വിൽ ബി ഫോഴ്സ്ഡ് ടു ലീവ് ഗാസ ആൻഡ് ദോസ് ഹു വിഷ് ടു ലീവ് വിൽ ബി ഫ്രീ ടു ഡു സോ ആൻഡ് ഫ്രീ ടു റിട്ടേൺ. മാത്രമല്ല ഗാസയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് ഇത് അനുകൂലമാണ്, ഹമാസിന് അനുകൂലമല്ല. മാത്രമല്ല ഇസ്രായേൽ ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു നഷ്ടം എന്ന് പറയുന്നത് അത് പലപ്പോഴും പല
പലരും ചിന്തിക്കുന്നില്ല. അതിൻ്റെ അകത്തൊരു 5ാമത്തെ പോയിന്റ് ഉണ്ട്. അതായത് ഈ ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ചെയ്യേണ്ടത് അവരുടെ ജയിലുകളിൽ കഴിയുന്ന 250ഓളം ഭീകരരെ വിട്ടയക്കണം. 1700ഓളം മറ്റ് ഭീകര പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തികളെ വിട്ടയക്കണം. ഒക്ടോബർ 7-ന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന 1700ഓളം പേരെ വിട്ടയക്കണം. അപ്പോൾ എന്താ പറയുക, ഇവരുടെ അംഗസംഖ്യ കൂട്ടുവാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഈ ഒരു ഡീൽ ഇസ്രായേൽ ഓൾറെഡി അംഗീകരിച്ചു, ഈ ഡീൽ നടപ്പാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തും ഈ പറയുന്നത് പോലെ അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഭീകരരെ തുറന്ന് വിടേണ്ടി വരുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഗാസയിലെ സാധാരണ ജനങ്ങളെ സ്നേഹിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തീർച്ചയായിട്ടും അവർ ആ ഡീലിനെ അംഗീകരിക്കുന്നുണ്ട്. കാരണം ഗാസയുടെ എക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തികമായിട്ടുള്ള ഡെവലപ്മെന്റ്, ഗാസയുടെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് ഉതകുന്ന പല പോയിന്റ്സ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങൾ നിർണായകമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തും മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആത്മാർത്ഥമായി ഗാസയിലെ ജനങ്ങളെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഗാസയുടെ വികസനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഗാസയിലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വെച്ച ഇസ്രായേൽ അംഗീകരിച്ച ഈ ഒരു സമാധാന ഉടമ്പടി അതീവ നിർണായകമാണ്. തീർച്ചയായിട്ടും ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള പിന്തുണ ഈ ഒരു സമാധാന ഉടമ്പടിക്ക് നൽകുന്നുണ്ട്. ഇനി മറിച്ചാണ് ഹമാസ് ഈ ഒരു സമാധാന ഉടമ്പടി അത് അംഗീകരിച്ചില്ലെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിലെ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതീവ ഭയാനകം തന്നെയായിരിക്കും. ഇസ്രായേൽ വിൽ ഫിനിഷ് ദ ജോബ്. അത് വളരെ നിർണായകമായിട്ടുള്ള, അത്യന്ത ഗൗരവമേറിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഗാസയെ പിടിച്ചെടുക്കാനുള്ള ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് ഇസ്രായേൽ നീങ്ങും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് എതിരായി ലോകരാജ്യങ്ങളിൽ പലരും അതിനെതിരായി നിൽക്കാനുള്ള സാധ്യതയും ഇല്ല. കാരണം ഇപ്പോൾ പന്ത് ഹമാസിൻ്റെ കോർട്ടിൽ തന്നെയാണ്. ഖത്തർ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഈ സമാധാന ഉടമ്പടി അംഗീകരിച്ചിരിക്കുന്നു. അതിനാൽ എല്ലാ കണ്ണുകളും ഹമാസ് ഭീകരർ എന്ത് പറയുന്നു, ഈ വിഷയമായി എന്ത് പറയുന്നു എന്ന കാര്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന 4 ദിവസങ്ങൾ നിർണായകമാണ്. എന്തുതന്നെയായാലും ഗാസയിൽ സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.